ഏത് പ്രവർത്തനങ്ങൾ ചെയ്യണം, സൽക്കർമ്മങ്ങൾ നമ്മളതിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നാളെ അല്ലാഹുവിന്റെ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന്റെ നിയ്യത്ത് അറിയണം. ഇന്നിപ്പോ വെള്ളിയാഴ്ച നമ്മൾ രാവിലെ സുബഹി നിസ്കാരത്തിൽ സൂറത്തുൽ ഇൻസാൻ രണ്ടാമത്തെ സുബഹിന്റെ രണ്ടാമത്തെ റക്അഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്ന സൂറത്താണ് സൂറത്തുൽ ഇൻസാൻ. അതിന്റെ ആയത്തിൽ കാണാം ഇന്നമാ إنما لا نريد جزاء ولا شكورا. ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിന് മാത്രമാണ്, മാത്രമാണ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് ഈ നല്ല വിശ്വാസികളായ ആളുകൾ എന്ത് ചെയ്യും? ഭക്ഷണം നൽകുമ്പോൾ പറയുന്നതാണ്. ഞങ്ങൾ നിങ്ങളിൽ അല്ലെങ്കിൽ വാട്സാപ്പിലുണ്ട് അതുപോലെ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അതിന്റെ തഫ്സീറില് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ പറയും ഇതിലൊക്കെ സഹായം ചെയ്തു കൊടുത്താല് ചില ആൾക്കാർ എന്തെങ്കിലും നന്ദി ഒന്നും സുഖം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല. ആ മിസ്കീനായ ഒരാളുടെ ഒരു പ്രാർത്ഥന നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആൾക്കാർ അതെങ്കിലും ഒന്നും നമ്മൾ അതായത് ആ പ്രാർത്ഥന കിട്ടാൻ നമ്മൾ അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോലും എന്ത് ചെയ്യാൻ പാടില്ല. അതുപോലും അതിന്റെ പ്യൂരിറ്റി നഷ്ടപ്പെടുന്നതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്. അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിലപാടാണ് നമ്മളിവിടെ ഫോട്ടോ എടുത്ത് കഴിക്കാൻ നമ്മള് അറിയാതെ എപ്പോഴും ഫോട്ടോ പിന്നെ പിന്നെ ഫോട്ടോ എടുക്കാതായ ആദ്യത്തെ ഫോട്ടോ എടുക്കുമ്പോ നമുക്ക് ചിലപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വോട്ട് കൊടുക്കാൻ ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ പേപ്പറിലൊന്നും വരും. ആ പേപ്പറിൽ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അങ്ങനെ നമുക്ക് നല്ല റീച്ച് കിട്ടി. ആ ഒരു വൈബിന് ഓളത്തിൽ നിൽക്കുമ്പോ പിന്നെ നമുക്ക് ഇല്ലെങ്കിലും ആ അവസ്ഥയെ നമ്മൾ ഭയം. അപ്പൊ അത് ചെയ്തുകൊള്ളും. അതിന്റെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. യുദ്ധത്തിൽ എന്താണ്? യുദ്ധത്തില് ശത്രുവിനെ കൊല്ലണം. കാരണം യുദ്ധം നടന്നിട്ട് കൊല്ലാൻ അങ്ങോട്ട് കൊല്ലാതെ മാർഗമല്ലോ. ആ ഒരു മഹാനായ നേരത്തെ മുഖത്ത് വെട്ടാൻ അപ്പൊ അത് ഊരിപോയില്ലേ അതാണ് മനസ്സിനെ കാണാൻ മഹാനായ അതേ പറഞ്ഞു എനിക്ക് കൂടുതൽ സമയം വേണ്ടി വെച്ചിട്ടുള്ളത് എന്തെങ്കിലും സമയം വേണ്ടി ചെയ്യാൻ പോകുന്ന അമലിന്റെ നിയ്യത്ത് നന്നാക്കാൻ ചെയ്യാൻ പോകുന്ന അമലിന്റെ ചെറുതാണെങ്കിലും അതിന്റെ നിയ്യത്ത് നന്നാക്കാൻ കൂടുതൽ സമയം വേണ്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ചെറിയ കർമ്മങ്ങളും അതിന്റെ നിയ്യത്ത് നന്നാക്കാൻ പരിശ്രമിക്കണം. ഒരു കർമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ഒന്ന് നമ്മൾ ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടിയാണോ അല്ലാഹുവിന് വേണ്ടിയാണോ ആണെങ്കിൽ സഹോദരങ്ങളെ അതിന് കാര്യമുണ്ട്. ആ എന്തെങ്കിലും പ്രതീക്ഷ വെക്കണമെങ്കിൽ അത് കിട്ടണമെങ്കിൽ രണ്ടാമത് അത് സ്വീകരിച്ചിട്ട് ഒരു പ്രാർത്ഥനാപരമായ കഅബണ്ടാക്കാൻ വേണ്ടി പറയണം. കഅബണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന കൊടുക്കുന്ന രണ്ട് പ്രവാചകന്മാരാണ് കഅബണ്ടാക്കാൻ.
എന്നിട്ടോ അത് അല്ലാഹു കൽപ്പിച്ചതാണ്. എന്നിട്ട് പോലും എന്ന് പ്രാർത്ഥിക്കണം. പടച്ചോനെ ഇത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഞങ്ങൾ എങ്ങനെ അറിഞ്ഞത്? അന്ന് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ആ ഇബ്രാഹിം ഇസ്മായിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹു ഖുർആനിലെ ആയത്തായിട്ട് ലോകാവസാനം വരെയുള്ള മനുഷ്യരെ കൊണ്ട് ഇങ്ങനെ ഓതിപ്പിക്കണം. എന്തിനാണോ? അതിൽ നിന്ന് പാഠം കൊള്ളാൻ, അതിൽ നിന്ന് പാഠം കൊള്ളാൻ. എന്തിന്? ആ കർമ്മങ്ങൾ സ്വീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ച് കിട്ടാൻ നമ്മളും പ്രാർത്ഥിക്കണമെന്ന ഒരു പാഠമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തോടെ പഠിപ്പിക്കണേ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ രണ്ടാമത് സ്വീകരിച്ച് കിട്ടാൻ പ്രാർത്ഥനാപരമായ ഒരു മനസ്സ് നമുക്കുണ്ടാകാം. പ്രാർത്ഥന ചെയ്യണം. മഹാനായ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്താ പറഞ്ഞോ? എന്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം, എനിക്ക് എത്രയോ പറയാണ് എന്റെ രണ്ട് സുന്നത്ത് നമസ്കാരമെങ്കിലും എനിക്കൊരു ഉറവ് കിട്ടിയാൽ സമാധാനം കഴിയും. നമ്മൾ എത്രയോ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു ഖുർആനിലെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അല്ലാഹു മുസ്ലിങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. അപ്പോ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഒരാൾ മുത്തഖിയാണ്. അപ്പോ സ്വീകരിച്ചു എന്ന് പറഞ്ഞാല് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നീ വളരെ നമ്മൾ ഈ നേരായിട്ട് പരിപാടിക്ക് വരാനുള്ള അപ്പൊ ഞാൻ എന്റെ കസിന് വന്നതാണ്. ഞാൻ പിന്നെ ലോക്കാക്കിയോട്ട് വന്നതാണ്. അവന്റെ കൂലി അവിടെ എന്തായിരുന്നു? കാരണം ആൾക്കാർ വരും നിങ്ങൾക്ക് കിട്ടുന്ന ഞാൻ അതേമാതിരി ആൾക്കാരാണ് കുറെ ആൾക്കാർ. ചില്ലറ നമ്മള് കാരണം എന്താ? അമ്മ പറഞ്ഞു ഒരാഴ്ച അത് ആകും അതിനൊന്നും ഞാൻ പറഞ്ഞത് കുറച്ചുള്ള കാര്യമാണ്. നീയത്തിൽ നന്നാക്കാറുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ പരലോകത്ത് കിട്ടുമ്പോണ്ടല്ലോ നമ്മൾ രണ്ട് ഞെട്ടാണ്ടാകും. ഒന്നെന്തറിയോ? നമ്മൾ വിചാരിച്ച കുറെ സ്ഥാനങ്ങളെ നമ്മൾ ചെയ്ത് കൂട്ടിയ കുറെ സാധനങ്ങൾ വിചാരിച്ചാത്ത കുറെ ഇതൊക്കെ നാളെ അനുഭവിക്കാൻ പോണ കാര്യമല്ലേ? ആരാണ് പാപ്പ? ഇടുക്കാൻ വലിയ ലോഡായിട്ട് നാളെ കർമ്മങ്ങൾ ചെയ്ത് കൂട്ടിയ ആൾക്കാർ നാളെ ആഹാരത്തിൽ വലിയ ഓടിയിട്ടു വായിച്ചു കുറെ അതിന് കുറെ പോയിട്ടുണ്ടോ? പിന്നെ എന്റെ കുറെ ആളുകളെ കണ്ടതും കേട്ടതും വാട്സാപ്പിൽ വോയിസ് വിട്ടതൊക്കെ നമ്മളൊരു വോയിസ് അങ്ങനെ ഇങ്ങനെ ആ വോയിസ് മറ്റോ കണ്ടോ കുട്ടി പറയുന്നത് കണ്ണിയെ കണ്ണി എന്റെ വോയിസ് കണ്ണിയെ അതൊക്കെ പോയി അക്കൗണ്ട് കാലിയാണ്. ഇനി ബാക്കിയാണ് നമ്മളെ ബാക്കി കിടക്കണം. അപ്പൊ വെച്ച് ഓനാണ് ഏറ്റവും വലിയ പാത്രം. വലിയ കർമ്മങ്ങളുമായി നാളെ വിചാരണ നടന്നപ്പോ കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ബാക്കിയുള്ളവന്റെ കുറ്റങ്ങളൊക്കെ ഏറ്റേണ്ടി വന്ന് പാപരായി അത് വല്ലാതെ ഭയപ്പെടേണ്ട അവസ്ഥയാണ്. ഭയപ്പെടുന്ന അവസ്ഥ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് നമ്മളെ നിയത്തി നന്നാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമത് ഇത് സ്വീകരിക്കണേ ആത്മാർത്ഥമായി. പിന്നെ ഈ ഒരു മനസ്സ് അത് അടച്ചു മനുഷ്യന് വലിയ കാരുണ്യം.
നമ്മൾ ഏകദേശം ഒരു നമസ്കാരം കഴിഞ്ഞ് 13 ഫാത്തിഹ മുസ്ലിം ഈ നേരം ഈ നേരത്തിന് ഒരു 13 ഫാത്തിഹ ചൊല്ലിയവരെ മുസ്ലിം എന്ന പേര് നടക്കുള്ളൂ. കാരണം നിർബന്ധമായി സുബഹിയും ദുഹൂറും അസ്റും മഗ്‌രിബും നിസ്കരിക്കണം. ഇന്നൊരാൾ മുസ്ലിം ആണെങ്കിൽ നിസ്കരിച്ചിരിക്കണം. അതിന്റെ അർത്ഥം 13 ഫാത്തിഹ ചെല്ലണം. ഈ നേരം ചെല്ലിട്ട് ഇവിടെ തീർക്കാൻ പറ്റുള്ളൂ. ആ ഫാത്തിഹയിൽ പറയുന്ന അല്ലാഹുവിന്റെ പേര് മിനിമം ഒരു വിശ്വാസം അറിയാതെ പേരുണ്ട്. എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് വെറുതെ ഒരു കട്ടച്ചായ കിട്ടുന്ന ആലോചിച്ചിട്ട് ആലമീൻ ഈ പ്രപഞ്ച സർവ്വലോകങ്ങളുടെയും രക്ഷിതാവാണ്. ഇവിടെ 35 കൊല്ലം അമേരിക്ക ഒരു വണ്ടി ആകാശം എന്തിനാണ് ബഹിരാകാശം പഠിക്കാൻ വയേതറിന്റെ ബന്ധം പറ്റിച്ചാല് അതങ്ങനെ പോയി അതിന്റെ അത് കേടേ പോവുകയും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ പോയി അതാണ് പിന്നെ അങ്ങനെ പോയിക്കൊണ്ടേ. പക്ഷെ അവിടുന്ന് നക്ഷത്രങ്ങൾ വരാതെ പക്ഷെ ഓരോ ചിത്രങ്ങൾ വരുമ്പോഴും കണ്ടതിനേക്കാൾ കൂടുതൽ കാണാനിരിക്കുന്നതാണ്. അറിഞ്ഞതിനേക്കാൾ കൂടുതൽ മനുഷ്യൻ സൂര്യനെ പറ്റി പഠിക്കാൻ വേണ്ടി കുറെ സൂര്യനെ പക്ഷെ ചൂടുണ്ട്. കാരണം ഇവിടെ 15 കോടി കിലോമീറ്റർ നിന്നുകൊണ്ട് ആൾക്കാർ സ്ട്രോക്ക് ആയിട്ട് സൂര്യ ഇപ്പൊ ഏപ്രിൽ മെയ് ആയി കഴിഞ്ഞാൽ പത്രത്തിന്റെ സൂര്യതാപമായിട്ട് എപ്പോഴും മെയ് മാസം നമ്മൾ പേപ്പറിൽ കാണാൻ പോകണം. പാലക്കാട് 2 പേർക്ക് സൂര്യതാപമായിട്ട് എത്ര 15 കോടി കിലോമീറ്റർ ദൂരമുള്ള ഇവിടെ ആൾക്കാർ കാണാൻ സൂര്യൻ കിടക്കുക. ആ വണ്ടി എത്ര കൂട്ടിട്ട് അത് സൗര്യന്റെ അടുത്ത് കൈകാര്യം. അപ്പോ ഏറ്റവും കൂടുതൽ താപത്തെ അതിജീവിക്കുന്ന വണ്ടിനെ അതിപ്പോ സൂര്യന്റെ അടുത്തെത്തിയിരിക്കുകയാണ് പറഞ്ഞത്. സൂര്യനെതിനേക്കാൾ ഇനിയും അറിയാനുള്ളതാണ്. ഇതൊക്കെ മനുഷ്യന്റെ മേലെ നോക്കുമ്പോ മനുഷ്യൻ മനസ്സിലാക്കിയ ഒരാശന്റെ വലിപ്പം പോലും മനുഷ്യന് തീരുമാനിക്കാനോ മനസ്സിലാക്കാനോ ലോകമായി പഠിക്കാനോ ഈ നാടിന് വരെ പറ്റില്ല. പിന്നെ 7 ആകാശം പിന്നെ പടച്ചോന്റെ അതെവിടെ കിടക്കണേ ഒരു മരുഭൂമിയിലേക്ക് വട്ടക്കണി ചൂണ്ടിക്കാട്ടിയാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്. ചെറിയ ചെറിയ വട്ടക്കണി ചൂണ്ടിക്കാട്ടിക്കാണ് മരുഭൂമിയാണ് എന്താണ് ആകാശം എന്താണ് ഈ ദുനിയാവ് വ്യത്യാസം. ആ കൃഷിന്റെ അള്ളാന്റെ വലിയ ആകാശങ്ങളോളം ഒരാകാശത്തിന്റെ വലിപ്പം പോലും ഈ കോടി ജീവജാലങ്ങളെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്ന അതാണ് കരുണാനിധി അള്ളാഹു കരുണാനിധി അള്ളാഹു പോയി ആരില്ല സങ്കടം പോയിന്റെ പണ്ടൊക്കെ പോയി. ഇപ്പൊ കോഴിക്കോടൊന്നും ആരും മനസ്സിലില്ല. ഇപ്പൊ വലിയ വലിയ ഏകദേശം വലിയ 2 ആഗ്രഹങ്ങളാണ്. നല്ലൊരു വണ്ടി നല്ല പെരി അത് ഏകദേശം അപ്പൊ ഏക്കർ സ്ഥലം എന്തൊക്കെ ഫാം ഹൗസ് അവിടെ കുറെ കോഴി ഉണ്ടാവും, താറാവുണ്ടാവും, പച്ചുണ്ടാവും, ആടുണ്ടാവും.
നമ്മളെ പോയി ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഒരു കോഴിക്ക് നമ്മള് അങ്ങനെ കോഴി ഒരു 10 മുട്ട വെച്ചെടുത്തിട്ട് ഈ 10 മുട്ടയും ഈ കോഴികളെ പുറത്തിങ്ങനെ ഇറങ്ങി ഇന്ന് പിന്നെ കുട്ടികളെ കുട്ടികളെ അങ്ങനെ പോയി ഇങ്ങനെ നിൽക്കുമ്പോ മേലെ ഏത് പോയി പോയി അതാണ് ഈ ലോകത്തെ നിങ്ങൾ കാണുന്നുണ്ടോ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ എന്താണ് നൂറിലൊന്ന് മാത്രം ബാക്കി 99% കാര്യവും നാളെ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം അല്ലാഹു പരലോകത്തേക്ക് മാറ്റിവെച്ചതാണ്. അതാണ് ഈമാൻ പറഞ്ഞത് കരുണാനിധിയല്ല റഹ്മാനും റഹീമുമായ അല്ലാഹു. ഇതൊക്കെ നമ്മൾ ബൈബിളിൽ പറഞ്ഞു പോകുന്ന പേരാകട്ടെ റബ്ബുൽ ആലമീൻ ഒരു വിലാസത്തെ ആൾക്കാർ പറയുന്നത് എങ്ങനെ മനസ്സിലാവില്ല. ഞാൻ ചെയ്തിട്ടില്ല. ആൾക്കാർ തെളിവുകൾ നമ്മുടെ കുറ്റവാളിയാണ്. നമ്മുടെ കൽക്ക് പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. ആൾക്കാർ പറയും എന്റെ കൽക്ക് പഠിച്ചവൻ അറിയാലോ. അതെ, അങ്ങനെ ഒരു ദിവസം സഹോദരങ്ങളെ അത് വല്ലാത്ത ഒരു നിരപരാധിയായ ആൾ ശിക്ഷിക്കപ്പെടുമ്പോ ഒരു തെളിവില്ലാ അയാൾക്ക് പ്രതീക്ഷിച്ചിട്ട് പടച്ചോൻ കാണുന്നുണ്ട്. ഒരു കോടതി രക്ഷപ്പെടാൻ വലിയൊരു കോടതിയാണ് വരാൻ. അവിടെ നീതി നടത്തുന്ന അവിടെ ഒരു ദയാഹർജി സ്വീകരിക്കില്ല. അവിടെ ഒരു ടാക്സും എന്ത് പൈസ അടച്ചാലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ഉദാഹരണമാണ് വരാൻ. അന്ന് പൂർണ്ണ അധികാരം അല്ലാഹുവിനായിരുന്നു. അതാണ് അത് പ്രതീക്ഷ. അത് ശരിക്കും പ്രതീക്ഷ. ഇതൊക്കെ പറഞ്ഞ് 13 വട്ടം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് കാര്യം എന്ന് പറഞ്ഞത് അല്ലാഹു നമ്മളെ മനസ്സിൽ നിശ്ചയിച്ച സാധനമാണ്. നിശ്ചയിച്ച സാധനമല്ലേ? നബിന്റെ ഒരു ആൺകുട്ടി മരിച്ചു കണ്ണുനിങ്ങനെ വെള്ളം പ്രവാചകന്റെ കരയുന്നതാണ് കാരുണ്യത്തിന്റെ അടയാളമാണ്. കാര്യം നട്ടി മരിച്ച കരച്ചിൽ വരും. തെറ്റല്ല സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ കിട്ടി ഹിറാഖിൽ വെച്ച് വഹീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ അടുത്തേക്ക് വരികയാണ്. ആകെ ബേജാറായി. കാരണം പരിചയമില്ലാത്ത ആളെ ഒറ്റയ്ക്ക് കണ്ടാലേ ആരും പേടിച്ചു. കാരണം വണ്ടിയിലാണ് നബി പേടിച്ചു. അങ്ങനെ അവസാനം കൈ കഴിഞ്ഞ് ഞാൻ കരിയാക്കി ആകെ പേടിച്ച് എന്നെ അപ്പൊ താങ്കൾ ഒരിക്കലും അതൊരു വാക്കാണ്. പറഞ്ഞ കുറച്ച് വാക്കുകൾ അത് അക്ഷരത്തിൽ താങ്കൾ നബിന്റെ ഓരോ കോടി പറഞ്ഞിട്ട് ഖദീജ പറയാതെ ഒരിക്കലും കാരണം താങ്കൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവനാണ്. സത്യം മാത്രം പറയുന്നത് സത്യത്തിൽ അതുകൊണ്ട് തന്നെ സത്യസന്ധനായിരുന്നു.
ഒരു ഭാരം ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്തെടുക്കും. മറ്റൊരാളുണ്ടെങ്കിൽ അത് അയാളിൽ ഒഴിവാക്കാണ്. നമുക്കറിയാം പ്രയാസപ്പെട്ട് പോകുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ആ ഭാരം സ്വന്തം ചുമലിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ആ സ്ത്രീയെ ഫ്രീയാക്കിയാണ്. എന്നിട്ട് എവിടെ അവിടെ വിളിച്ചു ഉണ്ടാകാതെ അപ്പൊ പോയ നബിയെ തിരിച്ചു പിടിച്ചു. ഇവിടെ മുഹമ്മദ് പത്തനക്കാരനാണ് ഓന്റെ കെണിയിലും പെട്ടത് തോന്നുന്നു. അപ്പൊ ഞാൻ നമ്മളാണെങ്കിലോ നമ്മളെ നമ്മള് ഞാൻ ഫോട്ടോ ഇതാണ് നമ്മളെ അവസ്ഥ. പറയാനുണ്ട് ഇവിടെ ചങ്ങായി മുഹമ്മദ് നബി പറഞ്ഞില്ല. നിങ്ങൾ പറയണം മുഹമ്മദ് ഞാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ ഇസ്ലാം വേണ്ടി നമ്മൾ സാമൂഹ്യ സേവനം നടത്തേണ്ട ആവശ്യമില്ല. സാമൂഹ്യ സേവനം ഇവിടെ തുടങ്ങിയത് പഠിപ്പിക്കാറൊന്നുമല്ല. ഇസ്ലാം ഉണ്ടാക്കിയതാണ്. സാമൂഹ്യ സേവനം നടത്തി മതം നമ്മളെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി നല്ല കളറുള്ള ആവശ്യമില്ല. അത് ആണെങ്കിൽ നാളെ പടച്ചുകൊണ്ട് അല്ലാതെ അതുകൊണ്ട് കുറ്റം പറഞ്ഞാൽ പോലും അതാണ് നമ്മുടെ മാതാപിതാക്കൾ. അതിഥിയെ ആദരിക്കുക, ഹക്കിന് വേണ്ടി സഹായിക്കുക. അപ്പോ അതേപോലെ തന്നെ ഒന്നുമില്ലാത്തവരെ സഹായിക്കുക. ഇതൊക്കെ നബിയുടെ ക്വാളിറ്റി. ഇതേ വാക്ക് ചരിത്രത്തിൽ വേറെ തലത്തിൽ കൂടി നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ ഇതേ ഒരു വാക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ അയൽവാസി പറയുന്നതായിട്ട് കാണാം. ഇത് ഏകദേശം ഇതേ മക്കയിൽ നിന്ന് പോകുകയാണ്. അയൽവാസി വന്നിട്ട് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി. ഇതൊന്നും ആരും പഠിപ്പിച്ചത് ആവശ്യമില്ല. വിശ്വസിക്കുന്നുണ്ടോ ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? അടയാളാണ്, നമ്മളെ ബ്രാൻഡാണ്. നമ്മളൊരാളോട് കരുണ കാണിക്കാറുള്ളത്, നമ്മളെ സൽക്കാരം ചെയ്യാറുള്ളത്, ഒരു മനുഷ്യനെ സഹായിക്കാറുള്ളത്, സഹായിക്കാറുള്ളത് അത് നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മളെ ബാധ്യതയായി നമ്മൾ ഏറ്റെടുത്ത കാര്യമാണ്. അതുകൊണ്ട് ആരും പഠിപ്പിക്കേണ്ട ആവശ്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം നാം നഷ്ടപ്പെടാറുണ്ടെങ്കിൽ അതിന്റെ നമ്മൾ ആരെങ്കിലും പത്രത്തിൽ വരാൻ എവിടെയെങ്കിലും ഷെയർ എന്തെങ്കിലും ദുനിയാവിന്റെ ഒരു പ്രതിഫലം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പരലോകില്ല. എന്താണ് ദുനിയാവിലാണ് പറഞ്ഞത്. പക്ഷേ കൃത്യമായി പഠിക്കണം. അതുകൊണ്ട് ആ വളരെ വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും അല്ലാഹു പറഞ്ഞ ഓരോ ദൃഷ്ടാന്തങ്ങളും രണ്ട് തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു മനുഷ്യനെ പഠിപ്പിച്ചത്. രണ്ട് തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു മനുഷ്യന് വേണ്ടി അവതരിപ്പിച്ചത്. ഒന്ന് നമുക്ക് കാണാൻ ചുറ്റും കാണാൻ അത് അല്ലാഹുവിന്റെ കൗനിയായ ആയത്തുകൾ. ഈ ആകാശഭൂമികൾ മാറി മാറി വരുന്ന രാപ്പകലുകൾ, മാറി മാറി വരുന്ന രാപ്പകലുകൾ. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചാൽ എന്തിനാ അമേരിക്കയിൽ വിമാനത്തിൽ പോകുന്നതിന്. കാരണം അപ്പൊ ഭൂമി ഇങ്ങനെ തിരിഞ്ഞ് അമേരിക്ക നമ്മളിതിനാണ് പറന്നു പോകുന്നത്. ഭൂമി ഇങ്ങനെ പിരിഞ്ഞല്ലേ, നമ്മൾ അപ്പൊ ഭൂമി ഇങ്ങനെ തിരിഞ്ഞപ്പോൾ അമേരിക്ക അപ്പൊ ഞങ്ങൾ അത് ഞാൻ വിചാരിച്ചു. ഞങ്ങളെന്തെങ്കിലും വിചാരിച്ചില്ല. വളരെ കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിലാണ് ഞാൻ ഈ സംഭവം ഞാൻ അന്ന് അങ്ങനെ മനസ്സിലാക്കി കൊടുത്തുള്ള മിസ്റ്റേക്ക് എന്താണ് ഞാൻ മനസ്സിലാക്കി. ഒരാൾ പറഞ്ഞത്
എല്ലാവരും അവർക്കോട് അവസാനം അതായത് ഇത് പറഞ്ഞാല് ഈ നമ്മൾ ഈ ഭൂമിക്ക് ചുറ്റും കാണുന്നില്ല. അതൊരു അനുഭവം. അതൊരു അനുഭവം ബദാം വിത്തൊക്കെ കുറെ കല്ലുണ്ടാവും. അനുഭവം നോക്കിയിട്ട് അനുഭവം നല്ല വില കൂടി അപ്പൊ അതിന് അപ്പൊ അന്തരീക്ഷം ഈ ഭൂമിക്ക് ചുറ്റും അന്തരീക്ഷം ഭൂമിക്ക് ചുറ്റും എന്ത് പോകുന്നുണ്ട്. ഭൂമി മാത്രമല്ല, ഈ ഭൂമി ഭൂമിച്ച് മനസ്സിലായി ഈ സാധനങ്ങൾ ചുറ്റും തിരിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിദ്യാലയം മാറി മാറി വരുന്ന രാമകലുകൾ ആകാശങ്ങളുടെ ചിന്തിക്കുന്ന മനുഷ്യന് ചിന്തിക്കുന്ന ഈ മാറി മാറി വരുന്ന രാമകലുകൾ. അതുകൊണ്ട് ഇതൊക്കെ ദൃഷ്ടാന്തമാണ്. ഒരു സ്കൂളിൽ അഞ്ചാമത്തെ അവന്റെ ക്ലാസ്സിൽ വലിയൊരു വെള്ളത്തിന്റെ വണ്ടി വന്നിട്ടുണ്ട്. വഴി കിണറില്ല സ്കൂൾ കോമ്പൗണ്ടിൽ അതിൽ എത്ര കിണർ വെള്ളം. അതുകൊണ്ട് അങ്ങനെ വെള്ളം. അപ്പൊ ആ വെള്ളത്തിന്റെ വണ്ടി ഞാൻ ക്ലാസ്സിൽ നാലാമത്തെ ക്ലാസ്. അപ്പൊ ഈ ക്ലാസ് നോക്കിയാൽ നമുക്ക് നല്ല ഉയരത്തിൽ നിൽക്കുന്ന മരത്തിന്റെ തുമ്പ് രണ്ട് സൈഡിൽ പൊതി വന്ന വലിയ മരങ്ങളുടെ ഈ നാലാമത്തെ നല്ല പച്ചപ്പില്ല. ഈ പച്ചപ്പ് ഉണങ്ങിയിട്ടില്ല. ആരാണ് മരത്തിന് മോട്ട് ആരാണ് വെള്ളം ഇവിടെ ലോറി വെള്ളം വെച്ച കജ്ജക്കാരി ഈ മരം പച്ചരിച്ചിലാണ് മേലേക്ക് ആരും വെള്ളം കൊടുത്തു ആ മരത്തിന്റെ തൂപ്പിലേക്ക് വെള്ളം കൊടുക്കുന്നത്. ഇതൊക്കെ ബോട്ടണി പഠിച്ചു പറഞ്ഞു. ഈ വെള്ളമുള്ള മരങ്ങൾ എങ്ങനെയാണ് ഭൂമിക്കടിയിലും വെള്ളം വലിച്ച് കിടക്കുന്ന മുകളിൽ ആ തമ്പിലെ വിളിക്കുന്ന മെക്കാനിസം എന്താണ്, അവിടെ പ്രവർത്തിക്കുന്ന മോട്ടർ വെറുതെ പുറത്തേക്ക് നോക്കി ഈ മരങ്ങൾ ഈ നിൽക്കുന്ന ഈ മരങ്ങൾ രണ്ട് മരങ്ങൾ മറ്റെന്താ എന്താ വ്യത്യാസം? രണ്ടും ഒരേ വെള്ളമാണ്. പക്ഷെ എന്താ സഹോദരങ്ങളെ ഒരേ കുളിച്ചോക്കി മരമാണ്. കൗമാണെങ്കിൽ കണ്ടാലും ഉണങ്ങാൻ നല്ല പടക്കാം ഒരു മാറ്റ. പക്ഷെ ഇതൊക്കെ എന്താണ്? കണ്ണും രണ്ട് ചെവിയൊന്നും ഈ രണ്ട് കണ്ണും രണ്ട് ചെവിയൊക്കെ പറിച്ചോടെ കണ്ണിങ്ങനെ ഇവിടെയല്ലോ. കണ്ണിവിടെ കണ്ണു ചെവിയോ എന്തിനാണ് ഈ കേക്ക് ഈ കാട്ടതൊക്കെ ചിന്തിക്കാൻ അള്ളാഹുവിന്റെ കൗമിയായ ആരാണ്? രണ്ടാമത്തെ അതെന്തിനാണ്? ഈ ഖുർആന്റെ ആയത്തുകൾ മരണത്തിന് ശേഷം ഒട്ടകത്തിന്റെ പയ ചത്തുപോയ ഒട്ടകത്തിന്റെ എല്ലാം നമ്മളെ നാട്ടിൽ ഞാൻ തൊഴിലെടുത്തന്റെ പണ്ട് പള്ളിത്തൊഴിൽ പണ്ടത്തെക്കാരൻ പോകുമ്പോ ഈ പുതിയ തരത്തിലെ എല്ലാം ഇവര് കലക്കല്ലെടുത്ത് പൊട്ടിച്ചിട്ട് ഈ ചത്തുപോയ ഏതോ കാലത്ത് ഈ എന്ത് കൂടിയാണ് ജീവനാക്കി കൊണ്ടുപോകുന്നത്. ഈ പിന്നെ പരീക്ഷ മറുപടി
മറുപടി കൊടുത്തൂലേ? എന്താണ് അത്? ആ അല്ലാഹു ജീവനെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ വിരൽത്തുമ്പുകളെ പോലും രൂപം കൊടുക്കും അല്ലാഹുവിന്. നിങ്ങൾ രണ്ടാമത് ശ്രദ്ധിക്കാൻ എന്താണ് പ്രയാസം? നിങ്ങളുടെ വിരൽത്തുമ്പുകളെ പോലും ഡിസൈൻ ചെയ്ത അല്ലാഹുവിന് നിങ്ങൾ രണ്ടാമത് കൊണ്ടുവരാൻ എന്താ പ്രയാസമുള്ളത്? നമ്മൾ ഫോണിൽ വരെ ആധാരം ഏറ്റവും വലിയ നമ്മളെ ആധാരം നമ്മുടെ വിരലെത്തുമ്പാണ്. ആ വിരൽത്തുമ്പിൽ ഡിസൈൻ ചെയ്ത് പടച്ചോടി നിങ്ങളെ രണ്ടാമത് കൊണ്ടുവരാൻ എന്താ പ്രയാസം? അതുകൊണ്ട് ഇതിലൊന്നും ഒരു നിങ്ങൾ ഈ വിട്ട മാങ്ങ ഒരു മഴ പോയി രണ്ട് മാങ്ങ 3 ചക്കക്കുരു 4 കുരുക്കുരു വള്ളം തന്നെ ഈ മാങ്ങ ചക്കക്കുരു കുളിങ്കുരൊക്കെ തൊട്ടി വന്നില്ലെങ്കിൽ ഈ മനുഷ്യന്റെ ജീവി മാത്രം അതിന്റെ വിധത്തിൽ നിന്ന് മുളക്കുര നിങ്ങൾ വിചാരിച്ചോ? നിങ്ങളെ രണ്ടാമത് ബോധ്യപ്പെടുത്താനാണ് ആദ്യത്തെ 13 വർഷം പക്കാ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്ത് ഏറ്റവും കൂടുതൽ അത് മുഴുവൻ എന്ന് പറയുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ. അങ്ങനെ പറയാത്ത ഒരു സൂറത്തും കാണാൻ സാധ്യത. എല്ലാ സൂറത്തും ഒരു മരണാനന്തര ജീവിതം ഒരു അത്യക്ഷമായ പരോക്ഷമായി. അപ്പോ മരണത്തിന് ശേഷം ജീവിതം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം മസ്ജിദിൽ നബവിയിൽ ഒരു സുഹൃത്ത് വന്നു. ഒരു കാർപ്പറ്റിന്റെ പായില്ലാത്ത സ്ഥലം അവനോട് ഇതാണ് ഇറങ്ങാൻ കാരണമായ കിണറുപടെ ിന്റെ തുടക്കത്തിലുണ്ട്. എന്താണ് നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ ചെലവെടുക്കാത്ത കാലത്തോളം നിങ്ങൾ വിശ്വാസികളാവുകയില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെലവെടുക്കാത്ത കാലത്തോളം നിങ്ങൾ വിശ്വാസികളാവുക എന്നതായത്. അതിന്റെ ആ തോട്ടം കൊണ്ട് അതിന്റെ പറ്റാനുസരിച്ച് നല്ല തോട്ടമാണ്, നല്ല വെള്ളമുള്ള കിണറൊക്കെ തോട്ടം. ആ തോട്ടത്തിലെ ആ തോട്ടമാണ് ആ ആയത്തിറങ്ങിയ അള്ളാന്റെ മാർഗത്തിൽ. അതെന്തുകൊണ്ട് നമുക്ക് നല്ല ഇവിടെ അങ്ങാടി റോഡിൽ നമ്മളെപ്പോഴും കൊടുക്കാൻ തരും. ആ ഊടാരും തേങ്ങ പോകാൻ പറ്റാത്തവർക്കൊക്കെ 2 ഏക്കർ നമ്മളെ കൂടെ കൊടുക്കും. ഏറ്റവും നല്ല തോട്ടാണ് അവർ അവരുടെ മാർഗത്തിൽ കൊടുത്തത്. കൊടുത്തതാണ് കൊടുത്തതൊക്കെ പോയി. അങ്ങനല്ല, ബാക്കിയുള്ളതൊക്കെ നമ്മളതല്ല. നമ്മൾ വെച്ച മക്കൾ ഓരിച്ചിട്ടു. പുതിയ ഫോണ് അതൊക്കെ എന്താ അറിയോ? അതൊക്കെ നിങ്ങൾ മരിച്ചാൽ ആ ഫോൺ ആർക്കാ പാടി ചിലപ്പോൾ മാ കൊടുക്കും. അത് ഞാൻ കൊണ്ടുപോകും. ചിലപ്പോൾ ഞാൻ നമ്മളെന്തൊക്കെ അതാണ് നമ്മൾ. അതുകൊണ്ട് ഇത് സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം ഈ നമ്മളെ ചെറിയൊരു നമ്മളെ ഒരു നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളൊരു ഫ്രെയിമിൽ കൊണ്ടുവന്ന സാധനം എന്താ വെച്ചാൽ നമ്മൾ ജയിച്ചു, നമ്മളിങ്ങനെ കുറച്ച് ജീവിക്കും, നമ്മൾ കുറെ ഉറങ്ങിപ്പോയി, ഇങ്ങനെ കുറച്ച് ജീവിച്ച് നമ്മൾ മരിച്ചു. ഈ ഒരു ചെറിയ ഒരു ഫ്രെയിമിലാണ് എപ്പോഴും ചെയ്യുന്നത്. അത് നമ്മളെ ചുറ്റുമുള്ള ആളുകൾ നമുക്ക് തരുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു ഫ്രെയിം, ഒരു വൈബിനാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ജീവിതം പറ്റുന്നതാണ്. എന്നാ സഹോദരങ്ങളെ, അതല്ല ഇത്. ഈ മരണത്തിന് ശേഷം മരണമില്ലാത്തൊരു ജീവിതം, ഈ മരണത്തിന് ശേഷം മരണമില്ലാത്ത ജീവിതം, അവസാനമില്ലാത്ത ജീവിതം, കഷ്ടപ്പാട് അവിടെ റിപ്പോർട്ട് നാളെ കൊളസ്ട്രോൾ നോക്കിക്കൊണ്ട് നാളെ ബേജാറില്ലാത്ത ഒരു ലോകം. അത്രയും ആ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തയ്യാറായാൽ നമുക്ക് നഷ്ടം. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ഫ്രെയിമിനെ മാറ്റാം. മരണത്തോടുകൂടി ആരാധിക്കുന്നതാണ് യഥാർത്ഥ. അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഇവിടെ കർമ്മങ്ങൾ
അപ്പൊ അതിന് വേണ്ടിയുള്ള പണിയാണ് കുറച്ച് നാളായിട്ട് അള്ളാഹു നൽകിയിട്ടുണ്ട്. നമ്മൾ ആയുസ് വളരെ എപ്പോ നമ്മളെ വന്നത് നമ്മുടെ ജനിച്ചതോ നമ്മള് എന്താ പറയാ കുടുംബത്തിൽ ആരെങ്കിലും മകനായി മകളായി ജനിച്ചതൊന്നും നമ്മളോട് ചോദിച്ചിട്ടല്ല. നമ്മളെ സാമ്പത്തിക അവസ്ഥ, നമ്മുടെ തൊഴിലിന്റെ കളർ, കുറച്ചും കൂടിയൊക്കെ പൈസ ജനിക്കാമായി കാര്യമില്ല. നമ്മൾ അങ്ങനല്ല ചിന്തിച്ചത്. അതൊക്കെ ഇനി നമ്മളെ തിരിച്ചു വിളിച്ചു നോക്കും. അത് നമുക്ക് റോഡിൽ വെച്ച് വെച്ചിട്ടാണോ അതോ റോട്ടിലാണോ പുഴയിലാണോ നമ്മൾ ചന്ദ്രൻ ഇവിടുന്ന് ആൾക്കാർ എങ്ങനെ മൈസൂർക്കും ഊട്ടിക്കും ഒക്കെ പോയി പോയി ഇപ്പൊ ആൾക്കാർ ചന്ദ്രനിൽ വെച്ചാൽ ഞങ്ങൾക്കറിയാം, എവിടെ വെച്ച് മരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു മരണത്തിൽ ജീവിതം അവസാനിക്കും. നമ്മളെ ഈ ഇവിടുത്തെ ദുനിയാവിലെ ആസ്വാദനങ്ങളാണ്. ഈ ആസ്വാദനങ്ങളൊക്കെ ഒരു എന്താണ് ഒരു കാഴ്ചപ്പാട്. നമ്മുടെ കാഴ്ചപ്പാട് കൂടി നമ്മൾ പലതും ഈ ദുനിയാവിന്റെ ഏതൊരു ആസ്വാദനം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മള് നല്ല ഒരു ഭക്ഷണം നല്ലൊരു ഭക്ഷണം ഓർഡർ ചെയ്ത് ചങ്ങന്മാരൊക്കെ പോയി കണ്ട് ഇത് നല്ല പുതിയൊരു മന്തി നല്ലൊരു മന്തി അവിടെ പോയി എല്ലാവരും മന്തി മന്തി ഓർഡർ ചെയ്ത് മനസ്സിലാക്കാൻ പിന്നെ പിന്നെ എന്ത് മന്തി അവിടെ കൊണ്ടയച്ചാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് പള്ളിയിലെ മനുഷ്യന്റെ അവസ്ഥയുള്ളൂ. നമ്മൾ എന്തൊക്കെ ആസ്വാദനങ്ങൾ ഏത് വലിയ ആസ്വാദനങ്ങൾക്ക് നടുവിൽ നിൽക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിന് ചെറിയൊരു വിഷമമുണ്ടായാൽ പിന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അതാണ് ദുനിയാവിലെ ആസ്വാദനങ്ങളിൽ വലിയ വരികളുണ്ട്. ഇവിടെ എല്ലാ ശാസ്ത്രവും ഒത്താരെ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മാനസികമായി പ്രയാസമുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളെ പോകാൻ നിൽക്കണം, നല്ല ടൂറൊക്കെ കളിക്കാൻ നിൽക്കാൻ സെറ്റപ്പ് ആക്കി കാശ്മീർ പോകാൻ നമ്മൾ തീരുമാനിച്ചു. ഇവിടെ നാട്ടിൽ ട്രെയിനിൽ പോകാം, അവിടെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് ഒക്കെ സെറ്റാക്കി അവിടെ ആളെ സ്പോൺസറൊക്കെ റെഡിയാക്കി നമ്മൾ സാധനങ്ങൾ ബാഗൊക്കെ കെട്ടി ചെറിയ ചെറിയ ഒക്കെ എടുത്ത് ബാഗ് സന്തോഷത്തോടെ അങ്ങനെ ആസ്പത്രി പോയി ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം ആ കാത്തരാവിനെ അപ്പൊ മാനോട് അത്രയുള്ളൂ. അതിന് കുറെ ഉണ്ട്. അതൊക്കെ നടക്കുള്ളൂ. ലോകം പറഞ്ഞ എന്നാൽ താഴ്ഭാഗത്തെ അരുവികൾ അതൊരു താഴ്ച പച്ചപ്പുള്ള തോട്ടം അതിന്റെ അടിയായിട്ട് ഒരു വെള്ളം അത് വല്ലാത്തൊരു മനുഷ്യന് രണ്ട് ചോദ്യമാണ്. ഒന്ന് ഈ രണ്ടാമത്തെ ഏതൊരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളുടെ സ്ഥലം അങ്ങനെ ഈ പറഞ്ഞ പച്ചപ്പും തണുപ്പെന്നുള്ള സ്ഥലം. രണ്ടാമത് ബീച്ചിന്റെ രണ്ടുമുള്ള സ്ഥലമാണ് ഈ കാലിഫോർണിയ, ലോസ് ആഞ്ചലസ്. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരെ താമസിക്കുന്ന സ്ഥലമാണ് ലോസ് ആഞ്ചലസിൽ. എന്താണ് പറയുക? അതിന്റെ ഒരു ഭാഗം മറ്റേ ഭാഗം നല്ല നാടുകൊണ്ട്. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ പെരണ്ടാക്കി ഏക്കറക്കണക്കിന് സ്ഥലത്ത് കൊട്ടാരണ്ടാക്കി കോടിക്കണക്കിന് ഇന്ത്യൻ ഡോളറുകളുടെ വീടുണ്ടാക്കാൻ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കൂടെ 10 ദിവസം കൊണ്ട് നടത്തി പോയി ക്യാബിൽ വലിയ വലിയ ലോഡ്ജിൽ റൂമിട്ടാണ് ലോസ് ആഞ്ചലസിൽ. കാരണം ഒക്കെ പൈസ കാരണം ഇതൊക്കെ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അമേരിക്ക എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ടെക്നോളജി ഏറ്റവും നിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചിട്ട് ആളുകൾ മരിക്കാൻ ഇത്ര ആഫ്രിക്കയിൽ ഉഗാണ്ടയിൽ പോയിട്ട് അങ്ങനെ പിരാന്തമാരി ജീവിക്കുന്ന നാട്ടിൽ പോലും ഉണ്ടായിട്ടില്ല.
ഇതൊക്കെ സംവിധാനമാണ് അമേരിക്കയിൽ ഓരോ പെന്റഗണിന്റെ ചൂടിലാണ്. അത് അത്ര ഉള്ളൂ. ഓരോ പേരുകൾ പിന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അങ്ങനെ അതൊക്കെ നിമിഷ നേരത്തുണ്ട്. ഇതൊക്കെ മാറി മറിക്കാൻ അള്ളാഹുവിന് കഴിയുന്നതാണ്. കൂട്ടമായി ഇങ്ങനെ പേക്കുകൾ നടത്തുന്നത് സമ്മതത്തോടെയാണ്. ഈ ലോകത്തിൽ അത് അള്ളാഹുവിന്റെ അറിവോടും സമ്മതത്തോടുകൂടെയാണ്. അത് നമുക്ക് അന്യകരമായി നമ്മൾ മനസ്സിലാക്കിയ ഒരു പോയിന്റ് അത് പടച്ചോനെ നമുക്കറിയാം. ആ വിഷയത്തിൽ അത് തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും കഴിയുമ്പോൾ നമുക്ക് കാര്യത്തിൽ ഉൾക്കൊള്ളാൻ വിശാലത. നമ്മൾ കാര്യങ്ങൾ ജീവിതം ഇങ്ങനെ സ്മൂത്തായി പോകണം അല്ലെ? ജീവിതം ഇങ്ങനെ സ്മൂത്തായി പോകണം. എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളെ മനസ്സ് മനസ്സ് പതറി നമ്മളിവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? സ്മൂത്തായിട്ട് എന്തെങ്കിലും കൂടുതൽ നമ്മളിവിടെ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ടാക്കാം. ഉണ്ടാക്കാൻ പോകുന്നത് റീഹാബിലിറ്റേഷൻ. നമ്മുടെ മുമ്പിൽ പോയി പണ്ടൊന്നും ഇപ്പൊ നമ്മൾ മുമ്പിൽ പോയാൽ നമ്മൾ അത്ഭുതപ്പെടും. 35 വയസ്സ് 40 വയസ്സ് 45 വയസ്സായ ആളുകൾ ഒരു ഭാഗം കഴിഞ്ഞ് ഇങ്ങനെ ഭാര്യയുടെ ഉമ്മയുടെ നടക്കുന്നത് ഒരു കുടുംബത്തിന്റെ അഭയമായിരുന്ന ഒരാളാണ്, തണലായിരുന്ന ഒരാളാണ് സ്ട്രോക്ക് അയാൾ സമ്പാദിക്കുന്നില്ലാണ് മാത്രമല്ല അയാളുടെ വലിയ ചെലവുകളാണ്. ഇങ്ങനെ മാസങ്ങളായ പൂർണ്ണമായ അവസ്ഥയിലേക്കോ പഴയ ജോലിയിലേക്കോ തിരിച്ചു പോകാൻ സാധ്യതയില്ല. എത്ര ആളുകളാണ് സ്ട്രോക്ക് പിടിച്ച് ദിവസം ഓരോ ദിവസവും എത്ര ഈ പണ്ടൊക്കെ സ്ട്രോക്ക് വലിയ ദുരന്തമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വലിയ ചലഞ്ചാണ്. അപ്പൊ ഓരോ സ്ഥലത്തും അങ്ങനത്തെ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ കുറഞ്ഞ ചെലവിൽ റീഹാബിലിറ്റേഷൻ നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകാൻ എന്നുള്ളത് സാമൂഹികമായ ബാധ്യതയാണ്. ഒരു സെക്കൻഡിൽ കൂടി സംസാരശേഷി നഷ്ടപ്പെട്ട് ഒരു വില കുറയുന്നതായി തോന്നുന്നത് എന്ന് പറഞ്ഞ് സെക്കൻഡുകൾ കഴിയുമ്പോൾ ആ സ്ട്രോക്ക് വരെ പൂർണ്ണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയോ ആളുകളാണ് ദിവസം സ്ട്രോക്കുമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായ പലപ്പോഴും നമ്മൾ കാരണം അന്വേഷിക്കുമ്പോൾ അനിയന്ത്രിതമായ പ്രഷറും സമയത്തിന് എന്ത് ചെയ്യില്ല, വളരെ സീരിയസ് ആയിട്ട് കാണണം. അസുഖം ഉണ്ടാകാനുള്ളത് നമ്മള് അസുഖം നേരെ കണ്ടുപിടിക്കുക, അത് കൃത്യമായി ചികിത്സിക്കുക എന്നത് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആളുകൾ പ്രഷറിന്റെ പ്രമേയത്തിന് ഗുളിക ആൾക്കാർക്കാണ് ചോദിക്കുന്നത് ഇങ്ങനെ പ്രമേയത്തിന് ഗുളിക എത്ര കാലം സഹോദരങ്ങളെ പ്രഷറും പ്രമേയവും അതിനെ ഗുളിക കൊടുക്കുന്നതല്ല പ്രശ്നം, അത് നിയന്ത്രിക്കണം എന്നാണ്. കഴിഞ്ഞ ഒരു സുഹൃത്തുണ്ട് കാഷ്വാലിറ്റി. അപ്പോ എന്താണ് ഞാൻ പരിചയമുള്ള അദ്ദേഹത്തിന്റെ അഞ്ചാരി പഠിച്ച മുട്ടിന്റെ സർജറി. അപ്പോ എന്താ പണ്ട് പറഞ്ഞാല് ബോധം പോയി ഹൃദയ കേൾക്കുന്ന ആൾക്കാരെ CPR കൊടുത്ത് അതീവ ഗുരുതരമായ രോഗികളൊക്കെ സ്ഥലത്താണ് അതിനുള്ളിൽ പോയി നോക്കി. അപ്പൊ ഞാൻ പോയി ഞാൻ സർജറി ചെയ്ത പയ്യനായിട്ട് ബോധമൊന്നുമില്ല. അപ്പൊ ഞാൻ അപ്പോ ബോധം കളിക്കാണ്. ഞാൻ നല്ല തടയിലധികം കാരണം ബോധം പോയി കിട്ടണ്ടേ, ബോധം സമ്മതിക്കണ്ടേ, ബോധം പോയപ്പെടുത്തുന്നതാണ്.
സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞത് ഈ അസുഖങ്ങൾ ഉള്ളത് കൃത്യമായി ചികിത്സിക്കാം. ഞാൻ ഒരു ചികിത്സാ രീതിക്ക് എതിരല്ല. എന്റെ വയറുനാട്ടിൽ ഞാൻ സൂചി കുത്തിന്റെ എതിരാണ്, കണ്ണിയൽ സൂചിക്കെതിരാണ് ആരും പോസ്റ്റ് ഇടുന്നില്ല. കണ്ണിയൽ സൂചിക്കെതിരൊന്നല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് അള്ളാന്റെ റസൂല് വിരോധിക്കാത്ത ഏത് ചികിത്സയും ഇസ്ലാമിന് അനുവദനീയമാണ്. അതിൽ തെറ്റില്ല. ആരോഗ്യം അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ പ്രണയത്തിനാണ് ചികിത്സിക്കണമെങ്കിൽ ഇപ്പൊ അവർ വയനാട് ഞാൻ പോയി ചോദിച്ചു. പക്ഷെ മൂന്നാമത്തെ ദിവസം ഫാസ്റ്റിംഗ് ഷുഗർ സ്വീകരിച്ചാൽ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചു. പ്രഷറാണെങ്കിൽ ഇന്ന ഗുളിക കുടിച്ചിട്ട് രാവിലെ സൂര്യ ഉദിച്ചാൽ പ്രഷർ ഏതോ ഒരു മഹാൻ പറഞ്ഞാല് നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത്ര അത് ഇവിടെ അതൊന്നും നടക്കില്ല. ഇവിടെ എന്താ വെച്ചാൽ ഈ ജാതി ഓപ്രായങ്ങൾ എന്നിട്ട് സ്ട്രോക്ക് ഇതേപോലെ കിഡ്നി പോവുക, സ്ട്രോക്ക് പോവുക, സ്ട്രോക്ക് വരിക, അങ്ങനെ ഷുഗർ വന്നാൽ അത് കൃത്യമായി നിയന്ത്രിച്ചില്ലെങ്കിൽ രക്തം ചെല്ലുമോ? കാരണം ഷുഗർ ഉള്ളത് എവിടെയാണ്? രക്തത്തിലാണ് അല്ലേ? പിശാച് അല്ലാഹുവല്ലോ ജിന്നിനെ ഞാൻ പറയുന്നത് ഷുഗർ രക്തം സഞ്ചരിക്കുന്നു. അപ്പൊ എല്ലാ അവയവങ്ങളും കിഡ്നി പോകും, കണ്ണു പോകും, സ്ട്രോക്ക് വരും, അറ്റാക്ക് വരും, എല്ലാം കൈകാൽ വലത്തോട്ടം പോകും, എല്ലാം സംഭവിക്കാത്ത. പിന്നെ ഇത് 70 കൊല്ലം വരില്ല. അതാ ഇതിങ്ങനെ 10-12 കൊല്ലം വരെ നമ്മളെ എങ്ങനെ കാണിച്ചാലും 10 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഇതിനെ മാനപ്പാടത്തിന് ജീവ ഒരു ചെറിയ ഒരു മാസമായിട്ടില്ല. അപ്പോഴാണ് പരിശോധിക്കുമ്പോൾ ഡോക്ടർ പറയും ക്രിയാറ്റിനൊക്കെ അങ്ങനെ കുറച്ച് കൂടിയല്ലോ. അപ്പൊ പിറ്റേന്ന് ഇങ്ങനെ ആരാധന വേദന. അപ്പൊ ചെയ്യാൻ വേണ്ടി ഫിറ്റ്നസ് നോക്കുമ്പോൾ ആ തരിപ്പ് വന്നപ്പോ ഡോക്ടർ ഞാൻ ഡോക്ടറെ പഠിക്കുകയും അതിന്റെ കിടിഞ്ഞു അല്ലെങ്കിൽ മഞ്ചേരിച്ച ഡോക്ടറെ കൂടി മറ്റേ മഞ്ചേരി ഡോക്ടറെ വിളിക്കുക. ഞാൻ അതുകൊണ്ടാണ് 10 കൊല്ലം അങ്ങനെ മതിച്ച് നടക്കും. 2 ഗ്ലാസ് പായസം മന്തി ഷുഗർ ഓന്റെ പോയി ഈ സാഹചര്യം കുടിച്ചിട്ടാൻ മതി. എന്നിട്ട് ഓനെ അടിച്ചു പോയി. അന്നാ ഡോക്ടറെ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവമാണ്. ആരെങ്കിലും കരി അടിച്ച് കളിച്ചത് നമ്മുടെ അടിസ്ഥാന സ്വഭാവമാണ്. പ്രത്യേകിച്ച് മലയാളി മറ്റേ അല്ലെങ്കിൽ അന്ന് ഞാൻ പെര വെച്ച് അന്ന് തുടങ്ങി ഓന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും കാണാനാവും. സഹോദരങ്ങളെ നമ്മൾ പഠിപ്പിച്ചത് ഇതൊക്കെ പറയാതെ ഈ അത് പടച്ചോലേക്ക് ചേർത്ത് പറയുന്നതാണ്. നിങ്ങൾ ദുഃഖിക്കരുത്, വിശ്വാസമായിട്ട് ഗുണം പറയുന്നത് മനുഷ്യരൊക്കെ സങ്കടം ഉണ്ടാകുക. കഴിഞ്ഞു പോയി ഒരു വിഷമത്തെ പറ്റി അല്ലെങ്കിൽ ഒരു സംഭവത്തെ പറ്റി ആളുകൾ പെട്ടുകൊണ്ടേ
അതിന്റെ പോകുമ്പോഴും വണ്ടിയിൽ പോകുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ സംഭവിച്ചതിനോട് നിങ്ങൾ അത് പടച്ചോൻ തീരുമാനിച്ചതാണ്. സ്ഥലം കുറഞ്ഞ വരെ കളിക്കുന്നത് അത് നമുക്ക് അതാണ് വിശ്വാസികളുടെ നിലപാട്. പിന്നെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയണം. ചില ആൾക്കാർ വർത്തമാനം കേട്ടാൽ തോന്നലും ഞാൻ ഗൾഫിൽ പോയി ചോര എത്രയോ ആൾക്കാർ ചോര കിഴിഞ്ഞ കടിച്ചു ഓന്റെ സഹോദരങ്ങളെ നമ്മൾ ചോരക്കിയാണെങ്കിൽ ഇവിടെ കുഞ്ഞു കുറെ പോരാളിമാരുണ്ടാകാൻ പോരാളിമാരായിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അത് പടച്ചവനിലേക്ക് ചേർന്ന് പറയണം. ഒരു വിശ്വാസം പഠിക്കണം. കഴിഞ്ഞു പോയത് അതങ്ങനെ നിങ്ങൾ ഭൂതകാലത്തിൽ മടങ്ങിപ്പോയാൽ അപ്പോൾ ഇങ്ങനെ തന്നെ സ്വഭാവം അത് പടച്ചെടുത്ത. പിന്നെ പിന്നെ 3 കാരണങ്ങളുണ്ട്. ഒന്ന് ഭൂതം, അതിന് ഒറ്റ നിലപാടുള്ള ഒന്ന് അതിന് അതാണ് ഈ റീഹാബിലിറ്റേഷൻ സെന്റർ പരിപാടിയുടെ ഇവിടെ നല്ല റീഹാബിലിറ്റേഷൻ ഒരു ഗോത്രം വളരെ പ്രയാസം ഒക്കെ ആളുകൾ സഹായിക്കാൻ ഒന്നും കൂടി വരുന്നില്ല. ഇവിടെ മുഴുവൻ സങ്കടം അത് കണ്ടപ്പോൾ ബേജാറായി. ആൾക്കാർ കരിയിലും മുഴുവൻ കൊണ്ടുവന്നിട്ടാൻ എന്തിനാണ് അതുകൊണ്ട് ഇവിടെ നന്മയുടെ തുടക്കക്കാരനായ അത് നമ്മളെ നമ്മളിവിടെ കൊടുത്താൽ പേര് ജീവിച്ചിരിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തമാണ്. ജീവിക്കുന്നതാണ് മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്നത്. അവർ അതിന്റെ അനന്തരഫലം അതിന്റെ അനന്തരഫലങ്ങൾ രേഖപ്പെടുത്തുന്നു. മീറ്റിംഗ് വിളിച്ചു, ഒരു മീറ്റിംഗ് ആ മീറ്റിംഗ് അല്ലെങ്കിൽ എന്നൊരു ഐഡിയ പറഞ്ഞു അടുത്ത ഞായറാഴ്ച കൂടാ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് ആ ഞായറാഴ്ച നിങ്ങൾ മീറ്റിംഗ് ഒരു സെന്റർ കുറെ ആളുകൾ ചെയ്തത് മാത്രമല്ല അതിന്റെ അനന്തരഫലങ്ങൾ കൂടി അല്ലാഹു രേഖപ്പെടുത്തി അപ്പോ നഷ്ടമില്ല. അദ്ദേഹം കരഞ്ഞിട്ടിങ്ങനെ ആ താടി രോഗങ്ങളിലൂടെ ഇങ്ങനെ കൈയിട്ട് താഴേക്ക് വരുമ്പോ അവിടെ ആരെങ്കിലും പ്രയാസപ്പെട്ടാൽ
അവിടെ അങ്ങനെ കബറിൽ പിടിക്കുക. പിന്നെ അവിടെ ഖബറിലാരെങ്കിലും രക്ഷപ്പെട്ടാലോ അവിടെ അങ്ങനെ എളുപ്പമായി. കാരണം ഖബറാണ് ആദ്യത്തെ സ്റ്റേഷൻ. അത് ആലോചിച്ചിട്ട് അതൊക്കെ മാത്രമല്ല നമ്മളൊക്കെ കാരണം ചിലപ്പോൾ അത് നല്ല അത് വില കിട്ടിയപ്പോഴുള്ളൂ. ആ വിലക്കാരാണ് ആ പള്ളിക്ക് സ്ഥലം വാങ്ങി തെളിപ്പിച്ചപ്പോ അന്നത്തെ കാലത്ത് 1000 ദീനാർ കൊടുത്തിട്ടാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ മസ്ജിദിന്റെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്ഥലം. ഇന്നും അതിന്റെ ലക്ഷക്കണക്കിന് ആളുകൾ അതിന്റെ കൂലിക്ക് ഉസ്മാൻ ഖാനെ കബറിലേക്ക് നെട്ടിക്കൊണ്ട് കിടക്കും. അപ്പൊ അതേപോലെ അതുകൊണ്ട് നമ്മൾ ഒരു നന്മ എന്ന് പറയുമ്പോൾ അത് ഒന്നിന് 10, ഒന്നിന് 70, കണക്ക് നോക്കാൻ ഒരു നായക്ക് വെള്ളം കൊടുത്തു വീശി സ്വർഗത്തിൽ പോയി. നായ്ക്ക് വെള്ളം കൊടുത്തു അത് ചില കണക്കുകൾ നമ്മൾ ഉദ്ദേശിക്കനുസരിച്ച് നമ്മുടെ ആ സന്ദർഭത്തിലും സാഹചര്യത്തിലും നമ്മുടെ നമ്മുടെ പ്രയത്നത്തിലും നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് അതുകൊണ്ട് ഒരു നന്മ ചിലപ്പോൾ 1000 നന്മകളായി മാറും. അതുകൊണ്ട് ഈ റിഹാബിലിറ്റേഷൻ യാഥാർത്ഥ്യമാകും. ഈ സ്ട്രോക്ക് പേഷ്യൻസ് നമുക്കുള്ള ഒരു പരീക്ഷണമാണ്. നിങ്ങൾ ആലോചിച്ച് നമ്മുടെ അയൽവാസി സ്ട്രോക്ക് ആയിട്ട് കിടക്കാൻ വെറും 42 വയസ്സുള്ളൂ. ഒന്നുറ്റാണ് കാണിച്ചിട്ടില്ല, വീട് വെച്ചിട്ടില്ല. അദ്ദേഹം ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ നമ്മളെ കൂടെ ഒരു കാര്യം നമുക്കുള്ള പരീക്ഷണം. അവന്റെ കുടുംബത്തിൽ പ്രയാസമാകാൻ പാടില്ല. അവന്റെ മക്കളെ അവർ നമ്മൾ വീട് വെച്ചില്ലെങ്കിൽ അവർ നമ്മുടെ വീട് ചെറുതാണെങ്കിൽ ഒരു വീട് വെച്ച് കൊടുക്കണം. അതാണ് നമ്മുടെ പരീക്ഷണം. അതാണ് നമ്മുടെ പരീക്ഷണം. അതാണ് നമ്മുടെ വീട് കാണുമ്പോൾ നമ്മുടെ ആ പരീക്ഷണത്തിന് നമ്മൾ ജയിക്കണമെങ്കിൽ അള്ളാന്റെ ഇഷ്ടം നമ്മുടെ വീടുകളിൽ അത്ര വൈകുന്നുണ്ടെങ്കിൽ അവര് ചെറിയ വീടുണ്ടാക്കാൻ നമ്മളെ കൂടെ കഴിയുമെങ്കിൽ ഒരു ചികിത്സക്ക് ഭയം വന്നാൽ എന്നോ ശരിയാക്കിയ ചാടാനൊക്കെ അത് ചൂടാണെങ്കിൽ നമ്മൾ എണ്ണ വിട്ടുകൊണ്ട് നമുക്ക് ഒരാൾ ഏതോ ഒരു മലന്റെ സുഹൃത്ത് ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾ വയസ്സായ അയാൾ എന്താ പറഞ്ഞാലും ഞാൻ ആരും വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വലിയ പെരി ഏക്കറക്കണക്കിന് സ്ഥലമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ നല്ല ഒരു സാധനം ഉണ്ടാക്കാൻ കഴിയുന്ന. അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ കുറെ ആൾക്കാർ അങ്ങനത്തെ കുറെ ഇവിടെ ഞങ്ങളുടെ കാലം കാരണം അതുകൊണ്ട് നല്ല പ്രൊഡക്റ്റ് നോക്കോ, നല്ല ഐഡിയ നോക്കോ, നല്ല നടത്തി കൊടുക്കാൻ പറ്റുള്ള ഉറപ്പുള്ള ഒരു കൂട്ടായി. അതുകൊണ്ട് അത് നിങ്ങൾ പേച്ചാറാണ്. അള്ളാന്റെ വിശാലമാണ്. അള്ളാഹു കൂട്ടുകൂട്ടുന്നവനാണ്. അള്ളാഹു ഒരുക്കുന്നവനാണ്. പടച്ചോന്റെ പറ്റുന്ന യാതൊരു ഏതൊരു ഒറ്റ ചോദ്യം നിങ്ങൾക്ക് ഷെയർ വേണം. നിങ്ങൾ കാണിക്കണം ഇതൊക്കെ ഇതൊക്കെ പടച്ചോണം നിങ്ങൾക്ക് അതാണ് ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞമ്മക്ക് ഷെയർ വേണം. ചെറിയ ഞമ്മക്ക് വരുന്നത് ആഗ്രഹിക്കുന്നു സഹോദരങ്ങളെ. അത് മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് നിമിഷ നേരം കൊണ്ട് ഒരു രോഗികളായി കഴിഞ്ഞ ദിവസം വണ്ടി ഇടിച്ചിട്ട് കൈകാലുകളെ ചലനശേഷി കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട്. അപ്പോ അത് പറഞ്ഞത് ഈ ബുക്ക് അതായത് നാട്ടിൽ അന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് റോഡ് സൈഡിൽ അങ്ങോട്ട് എന്തോ വർത്താനം പറഞ്ഞു മൂട്ടിൽ വന്ന് നട്ടിന്റെ കുട്ടി കാലിൽ തടർന്നു കിടക്കണം. കൈ കാലുകൾ രണ്ടും തടർന്നു കിടക്കണം. കുറെ ഒരു പാകത്തിനായി ആ സഹോദരൻ അതുകൊണ്ട് ഈ സെക്കൻഡുകൾ അവസാനിക്കും.
നല്ലൊരു ബിൽഡിംഗ് ഉണ്ട്, വാടക ആർക്കുമാണ് സഹോദരങ്ങളെ. അതുകൊണ്ടൊക്കെ ഇതിനൊന്നും ആരുള്ള സഹോദരങ്ങളെ ഒരു സെക്കൻഡ് കൊണ്ട് ഈ അവസ്ഥ മാറ്റാൻ കഴിവുള്ള മുദബ്ബിറാണ് പടച്ചവൻ. മാലിക്കാണ് അല്ലാഹു എന്ന ഒരു ബോധം ഏതൊരു പ്രതിസന്ധിയിലും കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയാൽ സഹായിക്കുന്നവനാണ്. അടിമ ചോദിക്കുന്നത് ഇഷ്ടപ്പെടാൻ മടക്കാത്തതാണ് എന്ന ഒരു ബോധം മൂസാ നബിയെ ഫിർഔനിൽ നിന്ന് ചെങ്കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ അല്ലാഹു ഹയ്യുൽ ഖയ്യൂമായി എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. പ്രാർത്ഥന കേൾക്കുന്നവനാണ്, സമീഅാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്, മുജീബാണ്. നിങ്ങളോട് ഏറ്റവും കണ്ടനാടിയേക്കാൾ ഏറ്റവും ഖരീബായ ആ റബ്ബ് നിങ്ങളെ മാതാവിനേക്കാളും പിതാവിനേക്കാളും നിങ്ങളെ സ്നേഹിക്കുന്നവനാണ്. ആ റബ്ബ് എന്ന തിരിച്ചറിവ് അത് വലിയ ഒരു ആശ്വാസമാണ്, വലിയൊരു പ്രതീക്ഷയാണ്. അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ള ഒരു കഴിവ്, കോൺഫിഡൻസ് എന്താണ്? അത് കോൺഫിഡൻസ് പറഞ്ഞാൽ അത് പടച്ചവനെ കൊണ്ട് ആ ഒരു ബോധമാണ്. മഴയത്തെ എല്ലാവരും പോയി. അപ്പൊ കുട്ടിക്ക് കാണാൻ കാണാനല്ല. അപ്പൊ ചെറിയ നാളെ നമ്മൾ മഴയത്തെ അപ്പൊ നമ്മള് അപ്പൊ എന്തായാലും ചെറിയൊരു അതാണ് അതാണ് കോൺഫിഡൻസ്. അങ്ങനെ പടച്ചവനോട് ചോദിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആ പടച്ചവൻ ആരാണ്? ആ പടച്ചവനെ നമുക്ക് ഞാൻ ചോദിച്ചാൽ രാവിലെ നമ്മളെ പറ്റാ പറയാ, നമ്മളെ നല്ലോണം അറിയണോനെ പറ്റാ പറയാ. ഞാൻ തരാൻ എന്താ അതൊരു കോൺഫിഡൻസ് ആണ്. കാരണം അങ്ങനെയാണ്. അതുകൊണ്ട് പടച്ചവനോട് നല്ല കാര്യം അങ്ങനെ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കി എടുക്കണം. എടുത്താലേ നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. അതുകൊണ്ട് നല്ല പടച്ചവനോട് പറയാൻ പറ്റും. നമുക്ക് നല്ലൊരു ബന്ധം പ്രാർത്ഥനകളിലൂടെ, നിസ്കാരങ്ങളിലൂടെ, ദിക്റുകളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ നമ്മൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അല്ലാഹുവിന്റെ ദേഷ്യം ഒരു കാര്യം നമ്മൾ ചെയ്യാതെ അങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ മാറി പടച്ചവന്റെ തൃപ്തി പൂർണ്ണമായി നമ്മൾ നേടുമ്പോഴും നമുക്ക് പടച്ചവനെ പറ്റി അങ്ങനെ വിശ്വാസം ഉണ്ടാവും, അങ്ങനെ വിചാരം ഉണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും. ആ ബന്ധം നമ്മുടെ ഇബാദത്തുകളിലൂടെ, നമസ്കാരങ്ങളിലൂടെ, നോമ്പുകളിലൂടെ, ഈ ആരാധനകളിലൂടെ നമ്മൾ ആ ബന്ധം നിലനിർത്തി കഴിഞ്ഞാൽ മരണം വരെ ആ ഒരു അവസ്ഥ നിലനിർത്തുന്നത്. കാരണം പടച്ചവനെ പറഞ്ഞത് ഒരു അടിമ ഒരു ചാണ് വെച്ചാൽ ഞാൻ ഒരു നമ്മുടെ ചാണ് വെച്ചാൽ നമ്മളോ അല്ലാഹുവിലേക്ക് നടന്നാൽ അല്ലാഹു നമ്മളിലേക്ക് വായു അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നഷ്ടമാകൂല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദീനി പഠിക്കുക. ഇത്തരത്തിലുള്ള കൂട്ടായ്മ സജീവമായി നാളെ ഒരു വാക്ക് ചിലപ്പോൾ ചിലപ്പോൾ ആക്ഷൻ ഒരു തൈരായി നാളെ എല്ലാവർക്കും പോസിറ്റീവ് മോട്ടിവേഷൻ അതിന് പോലും പ്രതിഫലം തരും. അതാണ് അല്ലാഹുവിന്റെ പ്രതിഫലത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ ഖുർആനോരോ വാക്കുകൾ പണ്ടേത്തേക്ക് പറയാം, പണ്ടത്തെ വായിലേക്ക് പറയാം. പ്രതിഫലപ്പെടുത്തരുമെന്നാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. മരിച്ചു പോകാൻ അല്ലാഹുവിനെ കൽപ്പിക്കാൻ രണ്ട് കാലുകൾ താഴ്ത്തി നോക്കുമ്പോൾ സ്വർഗ്ഗത്തിലാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പാകുന്നത് നമ്മളെന്തെങ്കിലും പേടിക്കണം, കുതന്ത്രങ്ങളെ പേടിക്കണം. അല്ലാഹു നമുക്ക് എന്താണ് ഉറപ്പായ നിന്റെ റബ്ബിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് സൂറത്തുൽ ഹിജ്റിന്റെ അവസാനത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത്.